ഉദ്ഘാടനവും പതാക ഉയർത്തലും എല്ലാവരുടെയും അനുമതിയോടുകൂടി ബഹുമാനായ ആദരണീയനായ മുൻ മന്ത്രി നമ്മുടെ പ്രിയങ്കരനായ MLA അഡ്വക്കേറ്റ് മോൻസ് ജോസഫിനെ ക്ഷണിക്കുകയാണ്. ഏറ്റവും സ്നേഹം നിറഞ്ഞ ഈ യോഗത്തിന്റെ അധ്യക്ഷൻ PTA പ്രസിഡന്റും കടുത്തുരുത്തി ബ്ലോക്ക് പഞ്ചായത്തിന്റെ മുൻ വൈസ് പ്രസിഡന്റുമായ പ്രിയങ്കരനായ PG ത്രുണസൻ, നമുക്കെല്ലാം ആദരണീയനായ സ്കൂൾ മാനേജർ, ഇവിടെ സ്വാതന്ത്ര്യത്തിന് സന്ദേശം നൽകി എൻഡോമെന്റ് വിതരണം ചെയ്യുന്ന റവറന്റ് ഫാദർ ഗ്രിഗരി കൂട്ടുമേലച്ചൻ, പ്രിയപ്പെട്ട ഹെഡ് മിസ്ട്രസ് ശ്രീമതി KC റോസമ്മ ടീച്ചർ, ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റുമാരായ പ്രിയമുള്ള ശ്രീ PU വാവ, ശ്രീ പ്രിയപ്പെട്ട ജലജ കനകാംബരൻ, നമ്മുടെ വാർഡിന്റെ ഈ പ്രദേശത്തെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന പ്രിയങ്കരായ 2 ജനപ്രതിനിധികൾ, പ്രിയപ്പെട്ട 12ാം വാർഡ് മെമ്പർ ശ്രീമതി ഷേർലി തോമസും 14ാം വാർഡ് മെമ്പർ ശ്രീമതി ഭാവന ജയപ്രകാശ്, ഇവിടെ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ ശ്രീനിവാസ് അടക്കമുള്ള മറ്റ് ജനപ്രതിനിധികൾ, MPTA ചെയർപേഴ്സൺ ശ്രീമതി ശ്രീജ ജോജു, ശ്രീമതി റോസ്ലി, സ്കൂൾ ലീഡർ മാസ്റ്റർ ജിക്കുമോൻ TM, സ്നേഹം നിറഞ്ഞ മറ്റ് വിശിഷ്ടാതിഥികളെ, പ്രിയപ്പെട്ട അധ്യാപകരെ, മാതാപിതാക്കളെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, മാധ്യമ സുഹൃത്തുക്കളെ, വിദ്യാർത്ഥികളെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നിങ്ങൾക്കെല്ലാവർക്കും ആദ്യമായി സ്വാതന്ത്ര്യദിനാശംസകൾ നേരുകയാണ്. നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും അഭിമാനകരമായ ഒരു പുണ്യദിനത്തിൽ, സ്വാതന്ത്ര്യദിനത്തിൽ ഇങ്ങനെ ഒത്തുചേരുക എന്നത് തന്നെ രാജ്യസ്നേഹപരമാണ്, ഏറ്റവും ശ്രേഷ്ഠമാണ്. നിങ്ങളുടെ ഒരു വലിയ മാതൃക കാണിക്കുകയാണ്. ഞാൻ പല സ്കൂളുകളും പരിശോധിക്കുകയുണ്ടായി. ഇന്ന് ഓഗസ്റ്റ് 15 അവധിയാണ്. അതുകൊണ്ട് സ്കൂളിലേക്ക് പോലും വരേണ്ട കാര്യമില്ല എന്നതിൽ അവധി ആഘോഷിക്കുകയാണ്. ആളുകൾക്ക് സ്വാഭാവികമായിട്ട് അവധി കിട്ടുന്നൊരു സന്തോഷമാണ്, അത് വേറെ കാര്യം. മറ്റു രാജ്യങ്ങളിലൊക്കെയാണ് അവധി എടുക്കാതെയാണ് ആളുകൾ ജോലി ചെയ്യുന്നത് എന്നുള്ളതും മറ്റൊരു കാര്യം. അവധി വേണ്ടെന്ന് പറയുന്ന രാജ്യങ്ങൾ ലോകത്തുണ്ട്. അവധിയില്ല, മുഴുവൻ സമയം പ്രവർത്തിക്കുക എന്നതാണ്. ഉദ്യോഗസ്ഥരായാലും തൊഴിലാളികളായാലും കൃഷിക്കാരായാലും നേതാക്കന്മാരായാലും ഭരണാധികാരികളായാലും അവധി വേണ്ടെന്നുള്ളതാണ്. അവരുടെ തലങ്ങളിൽ അവധി എടുക്കാതെ ഓവർ ടൈം ജോലി ചെയ്യുക എന്നുള്ളതാണ്. രാത്രി പകലും വ്യത്യാസമില്ല. അത് ആ നിലയിൽ നിൽക്കുന്ന സമീപനങ്ങളുണ്ട്. നമുക്ക് നമ്മുടെ രാജ്യത്തിന്റെ സാഹചര്യങ്ങളിൽ കഠിനാധ്വാനം ചെയ്യുന്ന ഒരു ജനതയാണ് ഭാരതത്തിലുള്ളതെന്ന് നമുക്കറിയാം. നമുക്ക് എന്തെല്ലാം പോരായ്മകൾ ഉണ്ടായാലും ലോകത്തിന്റെ മുൻപിൽ കഠിനാധ്വാനം ചെയ്യുന്ന അശ്രാന്ത പരിശ്രമശാലികളായ ഒരു ജനതയാണ് ഭാരതത്തിലുള്ളത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ടാണ് സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ അധിപന്മാരാണ് എന്ന് ലോകം കണക്കാക്കുന്ന ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ ഭാരതത്തിലെ പാവപ്പെട്ടവരും സാധാരണക്കാരനും പടപൊരുതി ജയിക്കുക എന്ന് പറഞ്ഞാൽ ഈ അശ്രാന്ത പരിശ്രമത്തിലൂടെയും രാജ്യസ്നേഹപരമായ സമർപ്പണത്തിലൂടെയുമാണ്. രാഷ്ട്രപതി പൗരനും അതിനുശേഷം നടത്തിയ നിരന്തരമായ പരിശ്രമമാണ് ഇന്ന് രാജ്യത്തെ വലിയ വളർച്ചയിലേക്ക് നയിച്ചിരിക്കുന്നത്. ഇന്ന് ലോക സാമ്പത്തിക ശക്തികളുടെ മുൻനിരയിലേക്ക് ഇന്ത്യ കടന്നു വരികയാണ്. നമ്മുടെ കൊച്ചുകുട്ടികൾ നല്ല പരിശ്രമത്തിലൂടെ ഇവരിലൂടെ ഭാവി ഭാരതത്തെ കെട്ടിപ്പടുക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. അതിനുവേണ്ടി നടക്കുന്ന നല്ല പ്രവർത്തനങ്ങളെ ഞാൻ പ്രത്യേകം നന്ദി ഓർക്കുകയാണ്.